ഹായ്, ഇന്ന് ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫിഷ് ഒന്നിനതാ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ് ബോക്സിലിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഇന്നത്തേക്ക് ഫ്രൈ ആക്കാനുള്ളത്. അപ്പോൾ ഞാൻ കോന്നത്തൂര് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1-2 ടീസ്പൂണിൻ്റെ അകത്ത് മാത്രം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഒരു പച്ചക്കറി തീയലും തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 2 തക്കാളി, 3-4 പച്ചമുളക്, ഒരു 8-10ഓളം ചെറിയുള്ളി വേണം, 1 പീസ് വെള്ളരിക്കും, 1 പീസ് പടവലങ്ങ, 2 മുരിങ്ങക്കായ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു 3-4 വെണ്ടയ്ക്ക. അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ച് ഞാൻ അത് ആ ഒരു മൺചട്ടിയിൽ വെള്ളം വെച്ച് തിളച്ച് വരുന്ന സമയത്ത് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക് ഉൾപ്പെടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1-2 തണ്ട് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറിക്ക് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം. ഈ ഒരു പച്ചക്കറി തീയലെന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങ കൊണ്ട് ഒരുപാട് അങ്ങ് വറുത്ത് മൂപ്പിക്കാതെ ഒരു ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അരച്ച് തയ്യാറാക്കി എടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ തീയലിന് ഭയങ്കര ഒരു കളറായിരിക്കും. ഇത് അത്ര കളറൊന്നും ഇല്ലാത്തൊരു കറിയാണ്. ഇതിലിപ്പോൾ ആരും കുറ്റമൊന്നും പറയാൻ വരണ്ട. അത് എൻ്റെ വീട്ടിലേക്ക് മുൻപേ ചെയ്യുന്ന ഒരു നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകി ഇതിലോട്ട് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പൊടികളും ചേർത്തെടുക്കും. ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തെടുക്കാം. മല്ലിപ്പൊടിയാണ് ഈ ഒരു തീയലിന് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത്. അപ്പോൾ ആ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മതി കേട്ടോ മുളക് പൊടി ഒരുപാട് ചേർക്കരുത് ഒരു കറിക്ക്. ആ ഒരു പച്ചമുളകിൻ്റെയൊക്കെ എരിവ് മതിയാകും. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം. ഈ ഒരു മുളക് പൊടി എന്ന് പറയുന്നത് നമ്മൾ എരിവുള്ള മുളക് പൊടിച്ച് വയ്ക്കൂലേ, അതിൽ നിന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ് കറക്കി കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നൊരു 3-4 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതായത് ആ ഒരു പൊടികളുടെ ഒരു പച്ചച്ചോ ഒന്ന് മാറി വരണം. തേങ്ങ ഒന്നും ഒരുപാട് കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ചെറിയൊരു ചൂട് വേണം കേട്ടോ. ആ ഒരു ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് മിക്സ് ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ മതിയാകും. ഇനി ഞാനൊന്ന് ഫിഷ് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഫുള്ളായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാനിലോട്ട് മീനൊന്നും അടിക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1-2 തണ്ട് കറിവേപ്പില കഴുകിയതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചട്ടിയിൽ ഒട്ടും തന്നെ പിടിക്കാതെ പെട്ടെന്ന് ഇളകിപ്പോരും കേട്ടോ. ഇതേപോലെ ഫിഷ് നന്നായിട്ട് റെഡി ആയിട്ടില്ല, ഒരു സൈഡ് ആയി വന്നിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന മീനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പയ്യെ തിരിച്ച് മറിച്ചൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുള്ള മീൻ ഞാൻ തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. പച്ചക്കറി കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ. പച്ചക്കറി നന്നായിട്ട് റെഡി ആയതിനു ശേഷം മാത്രം നമ്മൾ അരപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇളക്കി നോക്കാം വെന്തിട്ടുണ്ടോ എന്നൊക്കെ. ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/4 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു നെല്ലിക്ക് വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യാം. എന്നിട്ട് ഒരുപാട് സമയം നമ്മൾ ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വരണം കറി, അത്ര മാത്രം മതിയേ. അല്ലാതെ നമ്മൾ കുറേ സമയം ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ചാൽ മതിയാകും. അപ്പം ഞാൻ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ട് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചാലും നല്ലതായിരിക്കും കറി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 തണ്ട് കറിവേപ്പില, ഒരു 3-4 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ആ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കറി. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി സൂപ്പറാണ്. നമ്മളിവിടെ പൊതുവേ അങ്ങനെ കഴിക്കാറുണ്ട് ചപ്പാത്തി. അതുപോലെ തന്നെ രാത്രിയാണ് കേട്ടോ, അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനല്ല, രാത്രിയൊക്കെ ഇങ്ങനെ കറി ബാക്കി വരുന്ന സമയത്ത് ചപ്പാത്തി, ഗോതമ്പ് പുട്ടൊക്കെ തയ്യാറാക്കിയിട്ട് ഈ ഒരു കറിയും കൂട്ടി കഴിക്കും. ചോറിന് സൂപ്പർ കോമ്പിനേഷനാണ്.
ഇതിനിടയ്ക്ക് തന്നെ ഒരു ഫിഷ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടേരി ചോറുണ്ട്, പിന്നെ അതുപോലെ തന്നെ പപ്പടമുണ്ട്, പിന്നെ ക്യാബേജ് തോരനും ബീട്രൂട്ട് തോരനും ആ ഒരു മീൻ പൊരിച്ചതും ആ ഒരു പച്ചക്കറി എത്തിയലും ആ ഒരു പച്ചക്കറിയൊക്കെ കൂട്ടിയിട്ട് ആ ഒരു കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബീട്രൂട്ട് തോരനും ഈ ഒരു കറിയും മീൻ പൊരിച്ചതാണ് കേട്ടോ, നല്ല കോമ്പിനേഷൻ. പപ്പടം പൊരിച്ചത് മുട്ട പൊരിച്ചത് കൊണ്ടെങ്കിലും സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ പേജും ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.